പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 12ാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് അടുത്ത മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. വീണ്ടും ഒരു എവേ മത്സരത്തിനായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ എവേ മത്സരം കളിച്ചപ്പോൾ ബംഗളൂരു FCയോട് 2-നെതിരെ 4 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഒരു മികച്ച വിജയം തന്നെ നേടാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ആകെ ഏറ്റുമുട്ടിയ മത്സരങ്ങളെന്ന് പറയുന്നത് 8 മത്സരങ്ങളാണ്. 8 മത്സരങ്ങളിൽ നിന്നും 6 മത്സരവും വിജയിച്ചത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. അതുപോലെ തന്നെ ഒരു മത്സരത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരു മത്സരം സമനിലയിലും കലാശിച്ചു. ബ്ലാസ്റ്റേഴ്സ് 6 മത്സരങ്ങൾ മോഹൻ ബഗാനോട് തോൽവി വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോളുകളുടെ കാര്യം പരിശോധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാന്റെ ഗോൾ വലയിലേക്ക് അടിച്ചിട്ടുള്ളത് 13 ഗോളുകളാണ്. എന്നാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആവട്ടെ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചത് 21 ഗോളുകളും. കണക്കുകളുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാന് തന്നെയാണ് നിലവിൽ മുൻതൂക്കമുള്ളത്. അതുപോലെ തന്നെ ഈ സീസണിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാന് തന്നെയാണ് മുൻതൂക്കം. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ അടുത്ത മത്സരത്തിൽ നടത്തിയാൽ മാത്രമേ ഒരു സമനിലയോ അല്ലെങ്കിൽ വിജയമോ മോഹൻ ബഗാനെതിരെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ 10Kയിലേക്ക് എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയോട് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലും കഴിഞ്ഞ മത്സരത്തിലെ ഫോർമേഷനായ 4-2-3-1 ഫോർമേഷനിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ ദിനങ്ങളിലേക്ക് വരുന്ന താരങ്ങളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായി സച്ചിനെ തന്നെയാണ് നിലവിൽ നമ്മളുടെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ ഡിഫൻസ് നിരയായിരിക്കും അടുത്ത മത്സരത്തിൽ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ കാണാനായിട്ട് സാധിക്കുക. 2 സെന്റർ ബാക്കുകളായി ഹോർമി പാമും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും ഇറങ്ങുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും റൈറ്റ് ബാക്കിൽ പ്രബീർ ദാസും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ സന്ദീപ് സിംഗ് ആയിരുന്നു റൈറ്റ് ബാക്ക് കൈകാര്യം ചെയ്തത്. എന്നാൽ ധാരാളം പിഴവുകൾ സന്ദീപിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ പ്രബീർ ദാസ് ആവട്ടെ അവസാന 15 മിനിറ്റിലാണ് റൈറ്റ് ബാക്കിൽ ഇറങ്ങിയത്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. കൂടാതെ ഷോട്ട്സ് ഓൺ ടാർഗറ്റിൽ ഒരു ഷോട്ട് എടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രബീർ ദാസിനെ നമ്മൾ അവിടെ റൈറ്റ് ബാക്കിൽ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെയും മാറ്റങ്ങൾ കാണുന്നുണ്ട്. കാരണം പരിക്ക് പറ്റിയ വിപിൻ മോഹനൻ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ഉണ്ടാവില്ല. വിപിന് പകരം നമ്മളോട് പ്രതീക്ഷിക്കുന്ന താരമാണ് അലക്സാണ്ടർ കൊയ്ഫും അതുപോലെ തന്നെ ഫ്രെഡിയുമായിരിക്കും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമ്മൾ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ 2 വിങ്ങേഴ്സായി കളിക്കുക. ഇടത് വിങ്ങിൽ നോവാ സുദോയും അതുപോലെ തന്നെ വലത് വിങ്ങിൽ കോറു സിംഗിനെയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഗോൾ അടിച്ചു കൂട്ടാനായി ജീസസ് ജിമിനസും ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യത കാണുന്നത്. ഇത് എൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പോസിബിൾ ലൈനപ്പ് എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരത്തിലെ സ്കോർ പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.